ഹായ് എവ്രി വൺ. HSIയുടെ മൊഡ്യൂൾ 7 തെർമോഡൈനാമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 25 പ്രോബ്ലംസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് മൊഡ്യൂൾ 7ലുള്ള നിങ്ങളുടെ സിലബസ്. ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദ്യം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ, കുറച്ച് ടഫായിട്ട് കുട്ടികൾക്ക് തോന്നുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എഡ്ജ് ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് സിലബസ്. നമുക്കൊരു 25 ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഷൻ വർക്കിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരിവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എന്തായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന വർക്കും ഹീറ്റിനെ പറ്റിയും ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ വർക്കിനെ പറ്റിയാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എക്സ്പാൻഷൻ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്? യെസ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇറിവേഴ്സിബിൾ വർക്ക് എങ്ങനെയാണ്? ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി എന്നാണ് നമ്മൾ ഇറിവേഴ്സിബിൾ വർക്ക് കണ്ടുപിടിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ദാ ഈ എക്സ്റ്റേണൽ പ്രഷർ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. യെസ്, എത്രയാണ്? 3 ATM എന്ന് കൊടുത്തിട്ടുണ്ട്. ഡി വി എത്രയാണ്? ചേഞ്ച് ഇൻ വോളിയം 4 ഡെസിമീറ്റർ ക്യൂബ് ടു 6 ഡെസിമീറ്റർ ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 1 ലിറ്റർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ കൊടുത്തോളൂ -3 അല്ലെ. 3 ATM ഇൻറ്റു 6 - 4 അല്ലെ. 6 - 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2. അപ്പോൾ എന്തായിരിക്കും? -6 ലിറ്റർ ATM എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡെസിമീറ്റർ ക്യൂബിനെ നമുക്ക് ലിറ്റർ എന്നും എഴുതാൻ പറ്റും. പക്ഷേ നോക്കിക്കോളൂ, 6 ലിറ്റർ ATM എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ജൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്റർ ATMനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? 1 ലിറ്റർ ATM എന്ന് പറഞ്ഞാൽ എന്താണ്? 101.3 ജൂളാണ്. യെസ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 101.3 എന്ത് കിട്ടും? യെസ്, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ ATM എന്ന് പറഞ്ഞാൽ 101.3 ജൂളാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഐസോതെർമലിൻ്റെ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. യെസ്, അപ്പോൾ നിങ്ങളോട് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എങ്ങനെയാണ്? യെസ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു -2.303 NRT ലോഗ് VF/VI എന്ന് എഴുതാൻ പറ്റും. ഇനി പ്രഷറിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു -2.303 NRT ലോഗ് PI/PF എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് യെസ്, വോളിയവും പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും മക്കളെ? യെസ്, നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വോളിയം ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം ഒക്കെ അവർ തരും. അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നാ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സൈക്ലിക്, അഡയാബാറ്റിക്, ഐസോകോറിക്, ഐസോതെർമൽ എന്നൊക്കെ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദിസ് ഇസ് ദ ഫോം ഓഫ് വോട്ട്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ ക്യൂ ഇസ് ഈക്വൽ ടു -W എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇനീഷ്യൽ സ്റ്റേറ്റും ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യുന്നു? എ നിന്ന് ബിയിലേക്ക് പോകുന്നു. ബിയിൽ നിന്ന് തിരിച്ച് എവിടത്തേക്ക് തന്നെ വരുന്നു? എയിലേക്ക് തന്നെ വരുന്നു. ഓക്കെ, ദിസ് ഇസ് എ. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും അതേപോലെ ഫൈനൽ സ്റ്റേറ്റും എന്തായിരിക്കും? യെസ്, സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ഇൻ സൈക്ലിക് പ്രോസസ്സ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? യെസ്, വിൽ ബി ഈക്വൽ ടു 0. അതായത് മക്കളെ നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്?
ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇവരുടെ ചേഞ്ച് സൈക്ലിക് ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതി നോക്കൂ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ? യെസ്. അപ്പോൾ സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ ഡെൽറ്റ യുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. യെസ്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റാണ്. ഓക്കെ. ഇനി ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം എന്താണ് മക്കളെ? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ വർക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി അല്ലേ? ചേഞ്ച് ഇൻ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വിച്ച് മീൻസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഐസോകോറിക് പ്രോസസ്സിൽ ഡബ്ല്യു എന്തായിരിക്കും? 0. വിച്ച് മീൻസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റ് ആണ്. ഇനി ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഐസോതെർമൽ പ്രോസസ് അല്ലേ? ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. കറക്റ്റ് ആണോ? ഒന്ന് നോക്കാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്തായിരിക്കും? 0 അല്ലേ? ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ടെമ്പറേച്ചർ. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യണം? യെസ്, നിങ്ങളുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്, നിങ്ങൾ പറഞ്ഞോ, ഇഫ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? വിച്ച് മീൻസ് ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എഗെയിൻ ഈ കാരണം എന്താണ്? ഇത് ശരിയാണ്. ഇനി അഡയാബാറ്റിക് പ്രോസസ്സ് നോക്കിയേ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. അഡയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ. യെസ്. അപ്പോൾ എന്താണ് അഡയാബാറ്റിക് പ്രോസസ്സ്? ക്യൂ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പോൾ ഒന്ന് എഴുതി നോക്കിയേ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്താണ്? 0. വിച്ച് മീൻസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു, നോട്ട് മൈനസ് ഡബ്ല്യു. അപ്പോൾ ഏതാണ് തെറ്റ്? യെസ്, നമ്മൾ കണ്ടുപിടിച്ച ഓപ്ഷൻ ബി ആണ് റോങ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്ത് വരും? യെസ്, ഓപ്ഷൻ ബി. ഓൾറൈറ്റ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. യെസ്, ഡെൽറ്റ യുയെ നിർവചിക്കുന്നത് എന്തിന് തുല്യമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണല്ലോ. ആൻഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി. ഡെൽറ്റ യു എന്തോ ഒരു വർക്കിന് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ വർക്കിന് ഈക്വൽ ആണെങ്കിൽ മക്കളെ ക്യൂ എന്തായിരിക്കണം? 0 ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ ക്യൂ 0 ആവുന്ന പ്രോസസ്സിൻ്റെ പേരെന്താ? അഡയാബാറ്റിക് പ്രോസസ്സ് അല്ലേ? എന്താണ്? അഡയാബാറ്റിക് പ്രോസസ്സ്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ യു എന്താവും? ഡബ്ല്യു ആവും. വിച്ച് മീൻസ് ഇവിടെയുള്ള വർക്കിന് എന്തായിരിക്കും? യെസ്, അഡയാബാറ്റിക് വർക്ക് ആയിരിക്കും. ചോദിക്കാം കേട്ടോ. യെസ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു അഡയാബാറ്റിക് വർക്ക്. ഓൾറൈറ്റ്. ഇനി ഡെൽറ്റ യുവിനെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഹീറ്റ് എക്സ്ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ക്യു വി, എൻ സി വി ഡെൽറ്റ ടി എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഓക്കെ. ഡെൽറ്റ എച്ചിന് എങ്ങനെ എഴുതാൻ പറ്റും? ക്യു പി, ഹീറ്റ് എക്സ്ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. ഈ റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം. ഇവിടെ നിന്ന് മേയേഴ്സ് റിലേഷൻ ഒക്കെ നമുക്ക് എഴുതിയെടുക്കാം അല്ലേ? എന്താണ് മേയേഴ്സ് റിലേഷൻ? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്നൊക്കെ നമുക്ക് എഴുതിയുണ്ടാക്കാം. ഈ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഡയാബാറ്റിക് കണ്ടീഷൻ്റെ കീഴിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡയാബാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. വിച്ച് മീൻസ് എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്തായിരിക്കും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡി വി അല്ലേ? യെസ്, എക്സ്റ്റേണൽ പ്രഷർ എന്താണെന്ന് പറഞ്ഞു? 0 ആണെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഹീറ്റും 0, വർക്കും 0. ഇനി ഡെൽറ്റ ടി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണല്ലോ അല്ലേ? ഇവിടെ ഹീറ്റും 0,
വർക്കും 0. അപ്പോൾ ഡെൽറ്റ യുവും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ഡെൽറ്റ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ടെമ്പറേച്ചർ. ഡെൽറ്റ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്സിൽ നിങ്ങൾ ആലോചിക്കുക, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എന്ത് വരും? യെസ്, ബി. Q0 W0 ഡെൽറ്റ ടിയും എന്ത്? 0. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ 6. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും അറിഞ്ഞിരിക്കണം കേട്ടോ. മേ ബി ചോദിച്ചേക്കാം. പാത്ത് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹീറ്റും വർക്കും എന്താണ്? യെസ്, പാത്ത് ഫംഗ്ഷൻസ് ആണ്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. ആരൊക്കെ? യെസ്, ഡെൽറ്റ യു, ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി, ഗിബ്സ് ഫ്രീ എനർജി, ഇവരൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കി, ക്യൂ പ്ലസ് ഡബ്ല്യു എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ? വിച്ച് മീൻസ് ഇത് ഈക്വൽ ടു എന്തിനാണ്? ഡെൽറ്റ യു ആണ്. ഡെൽറ്റ യു എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ആൻഡ് എച്ച് മൈനസ് ടി എസ്, ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് അല്ലേ? യെസ്, ഗിബ്സ് ഫ്രീ എനർജി അഗെയിൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല? ഹീറ്റും വർക്കും. അപ്പോൾ 2 and 3 ആർ വാട്ട്? യെസ്, ദേ ആർ പാത്ത് ഫംഗ്ഷൻസ്. എന്താണ് പാത്ത് ഫംഗ്ഷനും എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. കമ്പഷൻ ഓഫ് 1 mole ഓഫ് ഹെപ്റ്റെയിൻ സമയത്ത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻ അറിയണം. എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പഷൻ ഓഫ് 1 mole ഓഫ് ഹെപ്റ്റെയിൻ ആണ്. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ C7H16 അല്ലേ? ഹെപ്റ്റെയിൻ്റെ കേസാണ് അല്ലേ? CnH2n+2 എന്നുള്ള രീതിയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. കമ്പഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് മക്കളെ? പറഞ്ഞോ. CxHy plus x plus y/4 O2 gives what? XCO2 plus what? y/2 H2. ഇതാണ് കമ്പഷൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തോളൂ? C7H16 കൊടുത്തോളൂ. 7 + 4 O2 gives what? ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7CO2 + 16/2 എന്തായിരിക്കും? 8H2O എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഗ്യാസ് ആൻഡ് ദിസ് ഇസ് ഓൾസോ വാട്ട്? ഗ്യാസ്. വാട്ടർ എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഇത് ലിക്വിഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ എൻ ജി എന്തായിരിക്കും? പറഞ്ഞു. 7 - 11 എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് -4 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരെന്താ ചോദിച്ചത്? ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ എച്ചിനെ ഡെൽറ്റ യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് വരും. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ എന്ത് കിട്ടി? -4 കിട്ടി. അപ്പോൾ അതവിടെ പുട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? -4 RT. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. വലിയ ക്വസ്റ്റ്യൻ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പക്ഷേ കമ്പഷൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡെൽറ്റ എൻ ജി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7. 8. താഴെ കാണുന്ന പ്രക്രിയയിൽ ഡെൽറ്റ എച്ച് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം കേസ് ആണ് കേട്ടോ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഈ ഡെൽറ്റ യുവിനെയാണ് നമ്മൾ ചിലപ്പോൾ എന്ത് എഴുതുന്നത്? ഡെൽറ്റ ഇ എന്ന് എഴുതുന്നത്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പോൾ ഡെൽറ്റ എൻ ജി എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, ഡെൽറ്റ എൻ ജി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വോട്ട്? ഗ്യാഷ്യസ് റിയാക്ടൻറ്റ് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? പ്രൊഡക്റ്റ് എത്രയാണ്? 2 ആണ് അല്ലേ? ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് 2 - 4 എന്ത് വരും? യെസ്, ദാറ്റ് ഈസ് -2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി? യെസ്, ഇവിടെ സിംപ്ലി നിങ്ങൾ പുട്ട് ചെയ്തോളൂ. എന്ത് വരും? ഇതാ ഡെൽറ്റ യുവിന് പകരം ഡെൽറ്റ ഇ മൈനസ് വോട്ട്? 2 RT. യെസ്, എന്ത് വരും? ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. അഗെയിൻ ഓപ്ഷൻ ബി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ 9th വൺ. എൻട്രോപ്പിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
ഡെൽറ്റ എസിൻ്റെ യൂണിറ്റ് എൻട്രോപ്പി എന്തായിരിക്കും? യെസ്, ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നുള്ള രീതിയിലായിരിക്കും എൻട്രോപ്പിയുടെ യൂണിറ്റ്. സ്പെസിഫൈഡ് എമൗണ്ടിനായിരിക്കും പറയുന്നത്, അതുകൊണ്ട് മോൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പം എന്തായിരിക്കും? ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നാണ് അല്ലേ? ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജൂൾ പെർ മോൾ അല്ലേ, ബൈ കെൽവിൻ. യെസ്, അപ്പം എന്ത് വരും? ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് വരും. നെക്സ്റ്റ് വൺ, 10th വൺ. താഴെ പറയുന്നതിൽ ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ ബി, ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. സിമ്പിൾ അല്ലേ? യെസ്. 11th വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? PCl5 ഗിവ്സ് വോട്ട്? PCl3യും പ്ലസ് Cl2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഗ്യാസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻട്രോപ്പി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 മോൾ ഗ്യാസ് ആയിരുന്നു ഉള്ളത്, ഇവിടെ ഇപ്പോൾ എത്ര മോൾ ഉണ്ട്? 2 മോൾ ഉണ്ട്. അതായത് ഡെൽറ്റ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. അപ്പോൾ ഡെൽറ്റ ഇസ് എൻട്രോപ്പി എന്തായാലും കൂടുന്നുണ്ട്. ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? 0. ഇനി എൻതാൽപ്പിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ PCl5നെ ആക്ച്വലി എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്യുകയാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്തിട്ടാണ് PCl3യും Cl2 ആക്കുന്നത്. അപ്പോൾ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ എനർജി എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? എൻഡോതേർമിക് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഒരു എൻഡോതേർമിക് റിയാക്ഷൻ ആയിരിക്കും. അതായത് ഡെൽറ്റ എച്ചും 0 ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എസും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്ഥിരമായ താപനിലയിലും മർദ്ദവും, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് മക്കളെ പറയുന്നത്. സ്വാഭാവിക പ്രക്രിയ. എന്താണ് ഈ സ്വാഭാവിക പ്രക്രിയ? സ്പോണ്ടേനിയസ് പ്രോസസ് എന്നാണ് അർത്ഥം. സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ്? നമുക്കറിയാം അല്ലേ? എന്താണ്? ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും അല്ലേ? അപ്പം എന്തായിരിക്കും? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഉയർന്ന താപനിലയിൽ, അതായത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, ഒരു പ്രോസസ്സ് പ്രതികരണം സ്വാഭാവികമാകാൻ എഗെയിൻ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഡെൽറ്റ ജി എന്താവണം? നെഗറ്റീവ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ സ്പോണ്ടേനിയസ് ആവുന്നത്. എങ്ങനെയായിരിക്കും? ഇവർ നെഗറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? നെഗറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവിനെ കുറക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? യെസ്, നെഗറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുക. ടെമ്പറേച്ചർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇവരും പോസിറ്റീവ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇതും പോസിറ്റീവ്, ഇയാളെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമുക്ക് എന്തായിരിക്കും? യെസ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വിച്ച് മീൻസ് ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ലെസ് ദാൻ 0, ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 14. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു പ്രക്രിയ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ? ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇവരെപ്പോഴും എന്തായിരിക്കും? നോക്കി, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും. മൈനസ് ടി ഡെൽറ്റ എസ് ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ്. മൈനസിൽ നിന്ന് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്താൽ എപ്പോഴും ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് മീൻസ് they always vote spontaneous in nature. സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ 15. സാർവത്രിക എൻട്രോപ്പിയെ, അതായത് യൂണിവേഴ്സ്, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ആണ് പറയുന്നത്. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്തായിരിക്കും? ഒരു അനുയോജ്യമായ നിബന്ധന എന്താണ്? സ്പോണ്ടേനിയസ്, സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, നമുക്കറിയാം അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തായിരിക്കും? എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് വോട്ട്? ഇൻക്രീസിങ് ഡെൽറ്റ. ഓക്കെ,
എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഇസ് ഓൾവേസ് ഇൻക്രീസിങ്. നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ സി, ഗ്രേറ്റർ ദാൻ 0. നെക്സ്റ്റ് വൺ, ഒരു പ്രക്രിയക്ക് ഡെൽറ്റ എച്ച് 100 കിലോ ജൂൾ, ഡെൽറ്റ എസ് 300 ജൂൾ പെർ കെൽവിൻ. സോറി, ദിസ് ഇസ് കിലോ ജൂൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകുന്ന താപനില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നോക്കിക്കോളെ. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു വോട്ട്, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇതൊന്ന് എഴുതുകയാണേ. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ലെസ് ദാൻ 0 എന്ന് എനിക്ക് എഴുതിക്കൂടെ? കാരണം എന്താണ്? ഡെൽറ്റ ജി നെഗറ്റീവ് ആയാലേ ഇതെന്താവാൻ പറ്റൂ? സ്പോണ്ടേനിയസ് ആവാൻ പറ്റൂ. ആ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യെസ്, ഡെൽറ്റ എച്ച് ഇങ്ങനെ എനിക്ക് എഴുതാമല്ലോ. അതായത് ഈ ടി ഡെൽറ്റ എസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഓർ എങ്ങനെ എഴുതാം? ടി ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്, ഡെൽറ്റ എച്ച്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ എനിക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ടി സ്പോണ്ടേനിയസ് ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്, ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ഇസ് 100 കിലോ ജൂൾ. ഓക്കെ, 100 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻3. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ 300. ഓക്കെ, അപ്പോൾ 1000/3 എന്ത് വരും? 1000/3 എന്ന് പറഞ്ഞാൽ 333 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. വിൽ ബി ഗ്രേറ്റർ ദാൻ. ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ എന്ത് വരുവാടാ? യെസ്, ഓപ്ഷൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നിന്ന് നിങ്ങളോട് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഒക്കെ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അപ്പോൾ എന്തായിരിക്കും? ഇതിനെ നിങ്ങൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് 333 കെൽവിൻ ഇവരെന്തായിരിക്കും? അറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇവിടെ ഈക്വൽ ടു വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17, ഹെസ്സസ് ലോ പ്രകാരം പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഹെസ്സസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ്സ് സേ നിങ്ങൾ എ എന്ന് പറയുന്ന പ്രോസസ്സ് ബിയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഡെൽറ്റ എച്ച് 1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ എയിൽ നിന്ന് സിയിലേക്ക് പോയി, സിയിൽ നിന്ന് ഡിയിലേക്ക് പോയി, ഡിയിൽ നിന്ന് ബിയിലേക്ക് പോയി. ആൻഡ് ഈ പ്രോസസ്സിൻ്റെ ഡെൽറ്റ എച്ച് 2 ആണ്, ഇത് ഡെൽറ്റ എച്ച് 3 ആണ്, ഇയാൾ ഡെൽറ്റ എച്ച് 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, ഡെൽറ്റ എച്ച് 1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3 പ്ലസ് എന്തെഴുതാം? ഡെൽറ്റ എച്ച് 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഒരു സ്റ്റെപ്പിൽ ഈ പ്രോസസ്സ് ചെയ്താലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്താലും എൻതാൽപ്പി എന്തായിരിക്കും? ചേഞ്ചിന് എൻതാൽപ്പി എന്തായിരിക്കും? യെസ്, സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഡെൽറ്റ എച്ച് 1 ലെറ്റ്സ് സേ ഇത് 100 ആണെങ്കിൽ ഇയാളെ 3 പേരെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? യെസ്, 100 ആയിരിക്കും. അതായത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് പാത്ത് യു ആർ ടേക്കിംഗ്, ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് ദി സെയിം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവരെന്ത് ചെയ്യത്തില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുതന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നതും. ഓക്കെ, ഹെസ്സസ് ലോ ഇസ് എ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായിരിക്കും സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയാലും വളഞ്ഞ വഴിയിൽ കൂടെ പോയാലും ഒരുപാട് സ്റ്റെപ്പിലൂടെ എടുത്താലും ഡെൽറ്റ എച്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് മക്കളെ ഡെൽറ്റ എച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ആക്ച്വലി സ്റ്റേറ്റ് ഫങ്ഷൻ. ഓക്കെ, യെസ്. നൗ താഴെ പറയുന്നതിൽ ഹെസ്സസ് ലോവിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ ഹേബർ സൈക്കിൾ ആണ്. എന്താണ് ബോൺ ഹേബർ സൈക്കിളിൻ്റെ പ്രത്യേകത? യെസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേഷൻ ഓഫ് വോട്ട്? കാൽക്കുലേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, അതായത് ലാറ്റിസ് എൻതാൽപ്പി ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യെസ്, എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹെസ്സസ് ലോവിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കും. അതായത് Na+12Cl2 ചെയ്താൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് കിട്ടും. അതായത് ഡെൽറ്റ HF0 നമുക്ക് കിട്ടി. ഇത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. ഇനി ഇവരെന്ത് ചെയ്യും? ഒരുപാട് സ്റ്റെപ്പ് ഇവിടെ ഉണ്ടല്ലേ. ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ, ഡിസോസിയേഷൻ, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി.
ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്താൽ ഇവർക്ക് ഈക്വൽ ആയിരിക്കും ഡെൽറ്റ എച്ച് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതായത് ഇങ്ങനെ എനിക്ക് എഴുതാം, ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ ഡെൽറ്റ എച്ച് ഐ ഇ പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ എച്ച് ഡിസോസിയേഷൻ, കാരണം ഹാഫ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് എന്തായിരിക്കും ഡെൽറ്റ എച്ച് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ഈ വാല്യൂ ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ആക്ച്വലി യുവർ ബോൺ-ഹേബർ സൈക്കിൾ. ഓക്കെ, യെസ്. അപ്പോൾ ഹെസ്സസ് ലോ helps in determination of what lattice enthalpy through Born-Haber cycle. Next one, question number 19. താപനില അബ്സല്യൂട്ട് സീറോയിലേക്ക് അടുക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ പദാർത്ഥത്തിന്റെ എൻട്രോപ്പി എങ്ങനെ മാറുന്നു? ഇത് എന്താണ്? തേർഡ് ലോ ഓഫ് വോട്ട് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ? യെസ്. അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ യെസ്, നിങ്ങളുടെ എൻട്രോപ്പി എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി 0 ആയിരിക്കും, ബിക്കംസ് 0. യെസ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ജൂൾ തോംസൺ എക്സ്പാൻഷൻ. ഓക്കെ, ഫലത്തിൽ ഗ്യാസ് എങ്ങനെ വികസിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൾ തോംസൺ എക്സ്പാൻഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ആൻ ഐസോ എൻതാൽപിക് പ്രോസസ്. എന്തായിരിക്കും? ഐസോ എൻതാൽപിക് പ്രോസസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഐസോ എൻതാൽപിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 21. ജൂൾ തോംസൺ ഫലത്തിൽ ഉപയോഗിക്കുന്ന ടിപ്പിക്കൽ അപ്പാരറ്റസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, ഇറ്റ് ഈസ് ആക്ച്വലി പോറസ് പ്ലഗ് ആണ്. അപ്പോൾ അപ്പാരറ്റസിനെ പറ്റി ചെറുതായിട്ടൊരു ഐഡിയ വേണം, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോറസ് പ്ലഗ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഒരു വാതകത്തിന്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്? അപ്പോൾ ജൂൾ തോംസൺ എക്സ്പാൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻവേർഷൻ ടെമ്പറേച്ചർ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, എങ്ങനെയാണ്? 2A/RB where A and B are what? വാൻ ഡെർ വാൾസ് ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? എയും ബിയും ആണ് നമുക്ക് വേണ്ടത് ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് A and B. എന്താണ്? ഇൻവേർഷൻ ടെമ്പറേച്ചർ 2A/RB. 2A/RB. R നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. ജൂൾ തോംസൺ ഫലത്തിൽ ഗ്യാസ് കൂളിംഗ് എക്സിബിറ്റ് ഓൺലി ബിലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്യാസ് എടുക്കുക, ഓക്കെ, അതിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൻ്റെ താഴെ നമ്മൾ ജൂൾ തോംസൺ എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഇവിടെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഇതിന് മുകളിലാണെങ്കിൽ, ലെറ്റ്സ് സേ ഇത് 200 ആണെങ്കിൽ ഇവിടെ 150 നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ 250 ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് കൂളിംഗ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഗ്യാസ് കൂളിംഗ് എക്സിബിറ്റ് ഓൺലി ബിലോ വാട്ട്? ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നതിൽ ഏത് ഗ്യാസ് ആണ് റൂം ടെമ്പറേച്ചറിൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ചൂടാകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ, ലെറ്റ്സ് സേ ഇത് 200 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് ഹൈഡ്രജൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, 200 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. റൂം ടെമ്പറേച്ചർ എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 298 കെൽവിൻ. 298 കെൽവിൻ. അപ്പോൾ നിങ്ങൾ പറയും, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തായിരിക്കും? ഹീറ്റിംഗ് ആണ് നടക്കുക. എന്തായിരിക്കും? ഹീറ്റിംഗ്. ഓക്കെ, ബിലോ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, കൂളിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ ജൂൾ തോംസൺ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ഹീലിയം, ഇവരുടെ ഒക്കെ എന്തായിരിക്കും ഇവിടെ? ഇൻവേർഷൻ ടെമ്പറേച്ചർ ഫാർ ബിലോ ആയിരിക്കും അല്ലേ? യെസ്, 200 കെൽവിനൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്താണ്? മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹീറ്റിംഗ് ആയിരിക്കും സംഭവിക്കുക. സോ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. ആൻഡ് ദി ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു വാസ്തവ വാതകം റിയൽ ഗ്യാസസ് ജൂൾ തോംസൺ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ചൂടാകുന്നതാണ്. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ് അല്ലേ? ഇൻവേർഷൻ ടെമ്പറേച്ചർ ആണ്
മുകളിൽ ഇൻവേർഷൻ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ ഇൻവേർഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഹീറ്റിംഗ് ആയിരിക്കും നടക്കുക. ഇഫ് ടി ഈസ് ലെസ് ദാൻ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇവിടെ എന്തായിരിക്കും കൂളിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ എന്തായിരിക്കും എബവ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അപ്പോൾ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു 25 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഏത് ടോപ്പിക്കാണോ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.